പ്രിയമുള്ളവരെ, കുമ്പള ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഫലസ്തീൻ ഐക്യദാർഢ്യവുമായിട്ട് കുറച്ച് കുട്ടികൾ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ സംഘടിപ്പിച്ചപ്പോൾ അവിടുത്തെ മാഷ് വന്ന് ആ പരിപാടി പകുതി തന്നെ നിർത്തിവെപ്പിക്കുകയും കേട്ടെടുക്കുകയും ചെയ്ത ഒരു സംഭവം സോഷ്യൽ മീഡിയയിലും ചാനലൊക്കെ നിങ്ങൾ കണ്ടവരാണ്. ആ മാഷോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, മാഷേ, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? മാഷേ, നമുക്കും കുട്ടികളുണ്ട്. കുട്ടികളെ നിങ്ങളുടെ അടുത്ത് അയക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. ആ വിശ്വാസത്തിൻ്റെ പേരിൽ അയക്കുമ്പോൾ നിങ്ങൾ ആ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത് വിട്ടിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ എതിർക്കുകയാണോ മാഷെ ചെയ്യേണ്ടത്? ഫലസ്തീൻ്റെത് ഒരിക്കലും വർഗീയമല്ല മാഷെ. ഫലസ്തീനിൽ നടക്കുന്നത് അവിടുത്തെ ജനങ്ങളെ ബോംബെറിഞ്ഞ് ഒരുപാട് മനുഷ്യരാണ് അവർ. ജാതിയല്ല പ്രശ്നം, മനുഷ്യരാണ്. എത്ര കുട്ടികൾക്ക് ഉപ്പയില്ല, ഉമ്മയില്ലാതെ എത്ര കുട്ടികളാണ് പ്രയാസപ്പെടുന്നത്. അവർക്ക് മക്കൾ നഷ്ടപ്പെട്ട എത്ര ആളുകളുണ്ട്. അവർക്ക് ഒരു നേരത്തെ അന്നം പോയിട്ട് കുടിക്കാൻ വെള്ളത്തിന് വേണ്ടി എത്ര കുട്ടികളാണ് കരയുന്നത്. മാഷ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല മാഷ വീഡിയോ ഒന്ന് കാണണം. മാഷ് വ്യക്തമായ ഒരു അജണ്ടയെ പോലെ ആരോ പറഞ്ഞ് ഇത്തരത്തിലുള്ള പരിപാടി വരുമ്പോൾ അതിനെ ശക്തമായി എതിർക്കണമെന്ന് ആരുടെ ഡയറക്ഷന് പോലെയാണ് മാഷ് ചെയ്തതല്ല മാഷെ. മാഷിന് ഒരിക്കലും ഇത്തരത്തിലുള്ള സ്ഥാപനത്തിൽ ഒരു മാഷായി തുടരാൻ യോഗ്യതയില്ല മാഷെ. മാഷ് ആരാണോ അയച്ചത് അവരെ കൂടെ ജീവിതകാലം മുഴുവനും അവരെ കൂടെ നിൽക്കുന്നതല്ല മാഷ നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ മാഷ് മനസ്സിലാക്കണ്ടേ, ഈ ലോകത്തിൻ്റെ എത്ര രാജ്യമാണ് ഈ ഒരു ഫലസ്തീനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? മുസ്ലിമുകൾ മാത്രമാണോ? നല്ലവരായ എത്ര ഹിന്ദുക്കൾ ഇതിന് ശക്തമായി എതിർക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ എതിർക്കുന്നില്ലേ? എല്ലാവരും ഇത്തരത്തിലുള്ള ഇത് ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഈ ലോകത്തിൻ്റെ ഒരുപാട് രാജ്യങ്ങൾ ഇത്ര സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കുട്ടികൾ ചെയ്ത പരിപാടിയെ നിങ്ങൾ എതിർത്ത് മാഷെ, നിങ്ങൾക്കൊരിക്കലും കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള യോഗ്യതയില്ല മാഷെ. ഒരിക്കലും നിങ്ങൾക്ക് യോഗ്യതയില്ല. 100% നിങ്ങൾക്ക് യോഗ്യതയില്ല എന്നേ ഞാൻ പറയും.